അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒന്നാം ഖലീഫ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിക്കുന്നു മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റഫീഖി ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് അവിടുത്തെ മീലാദിന്റെ മൗലിദ് ചൊല്ലുന്ന സദസ്സിലേക്ക് ആരെങ്കിലും വല്ല ദിർഹമോ വല്ല സമ്പത്തും ആരെങ്കിലും ചെലവഴിച്ചാൽ ഖാന റഫീഖി ഫിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിൽ അവന്റെ സുഹൃത്തും എന്റെ കൂട്ടുകാരനുമാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഓരോ വിഷയങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ പ്രഭാഷണത്തിൽ ഇവിടെ മുണ്ടേരിയിലെ മൗലവി വന്നപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. അതന്ന് മഴ കാരണം ഞാൻ പറയാൻ വിട്ടുപോയത്. ദിക്ർ ഹൽക്കകൾ കൂടുന്നതിന് തെളിവ് എവിടെയാണ്? അതിന് മറുപടി പറയണം. അതിന് മറുപടി കിതാബും ഹദീസും കാണിച്ചാൽ നിങ്ങൾക്ക് അത് വിശ്വാസമാവില്ല. അദ്ദേഹത്തിന്റെ നേതാക്കളിൽപ്പെട്ട അമാനി മൗലവി എന്ന് പറയുന്ന നേതാവ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിന് 418 പേജിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? പറഞ്ഞു നിങ്ങൾ സ്വർഗ്ഗത്തോപ്പുകൾ കരികെ നടന്നു പോകുകയാണെങ്കിൽ അതിൽ കടന്നു മേയുക. അവർ ചോദിച്ചു, ഏതാണ് സ്വർഗ്ഗത്തോപ്പുകൾ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്ർ ഹൽക്കകൾ. അതായത് ബ്രാക്കറ്റിൽ ആളുകൾ വട്ടമിരുന്നു ദിക്ർ ചൊല്ലുന്ന സദസ്സുകൾ. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങളുടെ അമാനി മൗലവി എഴുതിയ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ 418 പേജിലാണ്. നിങ്ങൾ നടത്തുക. ഇനി നിങ്ങളെ നേതാവ് പഠിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ നേതാവ് എഴുതിയ പുസ്തകമാണ്. ഇതിലില്ല എന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത വരവിൽ പറയണില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ദിക്ർ ഹൽക്ക നടത്തണം. നമ്മൾ സഹകരിക്കാം സഹോദരന്മാരെ. അതുപോലെ തന്നെ നബിദിനം ആഘോഷിക്കുന്നവർ മൊയ്തീൻ ഷേഖിന്റെ ദിവസത്തിലും സന്തോഷിക്കുന്നു. നമ്മളാരും സന്തോഷിക്കാറില്ല, നബിദിനത്തിൽ സന്തോഷിക്കും. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോ ഓറബയിൽ ആണ്ട് നടത്തലാണ്. ഓറബയിൽ യാസീൻ ഓതി ദുആരക്കും. അവർ അന്ന് ഫസ്റ്റ് ഇറക്കിയ ഒരു ലഘുലേഖ, നമ്മുടെ മടക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനക്കാർ എഴുതിയ ലഘുലേഖയാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഇതൊന്ന് മരിച്ച ആളെ പേരിൽ അവർ ആണ്ട് കഴിക്കുന്നതിന് തെളിവൊന്നുമില്ല. ഞങ്ങൾ കഴിക്കുന്നതിന് തെളിവ് ഖുർആനിലും സുന്നത്തിലുണ്ട്. നിങ്ങളോ? നിങ്ങൾക്ക് വേണ്ടേ തെളിവ്? നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും വേണ്ടല്ലോ. ഇതാ മൗലിദ് മൗലവിയുടെ കാര്യത്തിലും നമുക്ക് മറവി രോഗമോ? വർത്തമാനം 2005 ജൂലൈ 25 തിങ്കളാഴ്ച നിങ്ങൾ ഇറക്കിയ മൗലിദ് മൗലവി. എന്നിട്ട് എന്താ പറയുന്നറിയോ? ഈ മൗലിദ് മൗലവിന്റെ ഒരുപാട് മധു പറഞ്ഞിട്ട് പറയുന്നത്, അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജീവസുറ്റ അദ്ദേഹത്തെ ഓർക്കാനും ചരമവാർഷികം ആഘോഷിക്കാനും അടുത്ത കാലം വരെ ഇളയ പുത്രനായ സുബൈർ ഉണ്ടായിരുന്നു. സുബൈറിന്റെ മരണത്തോടെ അതും മുടങ്ങി. സുബൈർ മരിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നടത്തിക്കോളി, നിങ്ങൾക്കുള്ള തെളിവല്ലേ? നിങ്ങൾ ഇല്ലാന്ന് പറയും. നമുക്ക് ഖുർആൻ സുന്നത്താണ്. മൊയ്ദ് മൗലവിന്റെ ചരമവാർഷികം കൊണ്ടാടണമെന്നാ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ഓൾക്ക് ഖുർആനും സുന്നത്തും കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് വേണ്ടത് ഇത്തരം അവരെ നേതാക്കന്മാരുടെ തെളിവാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് അറിയോ? മൗലവി ഇവിടെ പറഞ്ഞു പോയ വിഷയം സഹോദരന്മാരെ തൗഹീദ് സുന്നികൾ ചെയ്യുന്നില്ല, ശിർക്കാണ് അവർ ചെയ്യുന്നത്. തൗഹീദ് സുന്നികൾ ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ തൗഹീദ് നമുക്ക് സമർത്ഥിക്കണമെങ്കിൽ, തൗഹീദിനെ പറ്റി ഒരാൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശ്വാസമാണ് ആദ്യം വേണ്ടത്. അള്ളാഹിനെ വിശ്വസിക്കലാണ് ഒന്നാമത്തെ തൗഹീദ്. എന്നാലേ തൗഹീദ് ശരിയാവുള്ളൂ. നമ്മുടെ ഇസ്ലാമും വഹാബി മതവും എന്ന് പറയാൻ കാരണം, ഇസ്ലാം മതത്തിലെ വിശ്വാസം അള്ളാഹു കൊണ്ട് അവർക്ക് പ്രത്യേകമായ ഇരിപ്പിടങ്ങളോ പ്രത്യേകമായ അവയവങ്ങളോ പ്രത്യേകമായ അങ്ങനത്തെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മളൊരു രൂപം കാണുന്നത് പോലത്തെ ഒരു രൂപമല്ല. അള്ളാഹു നമ്മളിൽ ഒരാളെ പോലെയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കും, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കൽ തൗഹീദുമാണെന്ന് പഠിപ്പിക്കുന്ന വഹാബികളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ടല്ലേ നമുക്ക് തൗഹീദിലേക്ക് കടക്കൊണ്ടുള്ളൂ. ശിഹാബ് മൗലവിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ തൗഹീദിൽ വിശ്വസിക്കലേക്ക് കടക്കൊണ്ടു. എന്നാൽ എന്റെ സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഇവിടെ അള്ളാഹുവിന്റെ വിശ്വാസം? ഇവർ അള്ളാഹിനെ പറ്റി പറയുകയാണ്. എന്താ പറയുന്നത്? അള്ളാഹു എന്ന് പറയുന്ന പുസ്തകത്തിൽ KNM കേരള നെതുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പേജ് 94 മുജാഹിദ് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന് ഭാഗം, സ്ഥലം, രൂപം, ശരീരം, ചലനം തുടങ്ങിയവ ഇല്ലാത്തവനാണെന്ന വിശ്വാസം മുഅ്തസിലി തൗഹീദാകുന്നു. അപ്പൊ അള്ളാഹുവിന് ഭാഗം, ചലനം, ശരീരം, രൂപം ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കണം. അതാണ് തൗഹീദ്. അങ്ങനെ വിശ്വസിക്കാത്ത വിശ്വാസം മുഅ്തസിലി വിശ്വാസമാണെന്ന് KNM പ്രസിദ്ധീകരിച്ച അള്ളാഹു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 94 പേജ് പഠിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരാണ് തൗഹീദ് പ്രസംഗിക്കുന്നത് ഇവിടെ വന്നിട്ട്. ഇനി മറ്റൊരു പുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്നു
പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിരാകാരനായി ചിത്രീകരിച്ചത് സലഫിസത്തിനെതിരെയാണ്. നിരാകാരനായി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ആകൃതിയില്ലാണ്ട് ചിത്രീകരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം അള്ളാഹ്ക്ക് ആകൃതിയുണ്ട്, അള്ളാഹ്ക്ക് ഇങ്ങനെ രൂപമുള്ള ആളാന്ന് പറയണോ? ആകൃതി ഇല്ല എന്ന് പറയാൻ പാടില്ല എന്ന് അവര് പഠിപ്പിക്കുന്നു. ഇതാ മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയതാണ്. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്താ പറയുന്നത്? അള്ളാഹുവിനെ നിരാകരനായി ചിത്രീകരിക്കുന്നത് സലഫി പണ്ഡിതരുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പൊ അള്ളാഹുവിന് പ്രത്യേകമായ നമ്മളെ മനുഷ്യന്മാരെ പോലെ ഒരു ആകൃതി ഉണ്ടെന്ന് പറയണോ? എന്നാലേ മുജാഹിദാവുള്ളൂ. അതെ, അതന്നെ വഹാബി മതം. അത് നമ്മൾ വ്യത്യാസമില്ല. ഇസ്ലാം മതം എന്നാൽ അള്ളാഹുവിനെ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ടാവും, നമ്മോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇനി പോരാ, ഇസ്ലാം മതം വഹാബി മതമല്ലേ? ഇസ്ലാമിന്റെ മതത്തിൽ അള്ളാഹുവിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചു. ഇനി വഹാബി മതത്തിൽ അള്ളാഹിനെ പറ്റി പറയാൻ പോവുകയാണ്. രണ്ട് രൂപത്തിൽ പറഞ്ഞു. ആകൃതി വേണം, കോലം വേണം. ഇനി ഇവർ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിന് അങ്ങനെ ആകൃതി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്. സഹോദരന്മാരെ, വഹാബി ചിന്താഗതികൾ കുറച്ചു കൂടിയിട്ട് അതിലേക്ക് പോയവരും നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകും. അവർക്ക് മലയാളം അറിയുമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. സഹോദരന്മാരെ, ഞാൻ പറയുന്ന ഈ വിശ്വാസം നിങ്ങളിൽ ഇല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? സഹോദരന്മാരെ, നിങ്ങളെ ഫോട്ടോസ്റ്റാറ്റ് 1985 ഡിസംബർ പുസ്തകം 2:13 സൽസബിയിലാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മുഖം തീർച്ചയായും അള്ളാഹുവിന് മഹത്വം കൊണ്ടുള്ള ഔദാര്യം കൊണ്ടും വിശേഷിക്കപ്പെട്ട മുഖമുണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം. ആരുടെ? വഹാബി മതത്തിന്റെ വിശ്വാസം. അള്ളാഹുവിന് മുഖമുണ്ട്. ഇനി അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹുവിന് ശക്തവും ഔദാര്യപൂർണവുമായ 2 കൈകളുണ്ട് എന്ന് എത്രേ നമ്മുടെ വിശ്വാസം. എന്നാൽ അവന്റെ 2 കൈകളും നിവർത്തപ്പെട്ടതാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ 2 കൈയും നിവർത്തപ്പെട്ടതാണ്. വഹാബി മതത്തിലെ അള്ളാഹുവിന്റെ 2 കൈയും നിവർത്തപ്പെട്ടതാണ്. ആകാശങ്ങൾ അവന്റെ വലതു കൈയിൽ ചുരുട്ടി പിടിക്കും. വലതു കൈയിൽ ചുരുട്ടി പിടിക്കും. അള്ളാഹിന്റെ ആകാശം വലതു കൈയിൽ ചുരുട്ടി പിടിക്കുകയാണ് അള്ളാഹു. ഇനി അള്ളാഹുവിന്റെ കണ്ണുകൾ, സുബ്ഹാനല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ള 2 കണ്ണുകൾ ഉണ്ടെന്നാണ് നമ്മളെ വിശ്വാസം. അപ്പൊ ഏകദേശം രൂപയായി വരുന്നുണ്ട്, ബാക്കി കൂടെ വരാണ്ടത്രേ. അപ്പൊ എന്തായി? കൈയുണ്ട്, കണ്ണുണ്ട്, മുഖമുണ്ട്. ആർക്ക്? വഹാബി മതത്തിലുള്ള മുജാഹിദീങ്ങൾ അള്ളാഹുവിന്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ആയില്ലേ? അപ്പൊ കൈന്റെ ഉള്ളിൽ ആകാശം ചുരുട്ടി പിടിക്കണമെങ്കിൽ ഉള്ളം കൈയും വേണ്ടേ? അല്ലാണ്ട് ഇങ്ങനെ പിടിക്കാൻ ഉള്ളം കൈ വേണല്ലോ. അപ്പൊ എന്താക്കിയവർ ഇതാ അന്യൂനമായ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ കോയക്കുട്ടി ഫാറൂഖി പറയുന്നു, അള്ളാഹുവിന്റെ ഉള്ളം കൈകളും വിരലുകളുമുണ്ട്. അള്ളാഹുവിന് ഉള്ളം കൈകളും വിരലുകളുമുണ്ട്. വഹാബി മതത്തിലുള്ള അള്ളാഹുവിന് അവർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏകദേശം രൂപയായി വരുന്നു കേട്ടോ. ഇനി പറയാ, ഇനി അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. അൽമനാർ 2004 ഡിസംബറിൽ അൽമനാറിൽ പറയുന്നത് അള്ളാഹുവിന്റെ 2 കൈയും വലത്തെ കൈയാണ് കേട്ടോ. മുജാഹിദ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആ മുജാഹിദിന്റെ അള്ളാഹുവിനെ. എന്നിട്ട് തീർന്നിട്ടില്ല. അപ്പോ 2 കൈയും വലത്തെ കൈയാണ് പറഞ്ഞത്. എപ്പം പറഞ്ഞത്? 2004 ഡിസംബറിൽ. 2009 എന്താ പറഞ്ഞറിയോ? ആകാശത്തെ തന്റെ വലതു കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും. ആകാശത്തെ തന്റെ വലത് കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ടും ചുരുട്ടി പിടിക്കും. അപ്പൊ 2004 2 കൈയും വലതാണ്. 2004 2 കൈയും വലത്. 2009 അള്ളാഹ്ക്ക് മറ്റേ കൈ മുറിച്ചിട്ട് ഇപ്പുറത്തൊന്ന് കൈ ഘടിപ്പിച്ചു കൊടുത്തു. അപ്പൊ വലതും ഇടത്തും കൈ വന്നു. സഹോദരന്മാരെ, എന്നിട്ട് പറയാണ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കസേരയിൽ ഇരിക്കുകയാണ്. എങ്ങനെ പറയുന്നത്? അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 122-ാമത്തെ പേജ് പറയുന്നു, സിംഹാസനത്തിൽ അള്ളാഹുവിന്റെ കസേര ഭൂമിയിലെ വിശാലമായ സ്ഥലത്ത് ഇരുമ്പ് കൊണ്ടുള്ള വളയം ഇട്ടതുപോലെയാണ്. ഇരുമ്പ് കൊണ്ടിട്ട വളയം പോലെയാണ് അള്ളാന്റെ കസേര. ആ കസേരയിൽ അള്ള ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇരിക്കണമെങ്കിൽ ചന്തി വേണ്ടേ? ഊര വേണ്ടേ? ഊരല്ലാണ്ട് ഇരിക്കാൻ കഴിയോ? ഊര വേണോ? അപ്പൊ ഊരുണ്ട്, ഊരുണ്ടെന്ന് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതാ എന്താ പറയുന്നത് ഇവിടെ? ഇസ്ലാഹ് മാസിക 2009 ഏപ്രിൽ, ലേറ്റസ്റ്റ് ആണ്. 2009 ഏപ്രിൽ ഇസ്ലാഹിൽ പറയുന്നു, അള്ളാഹുവിന്റെ ഊര എന്നത് അവന്റെ ഒരു വിശേഷണമാണ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പൊ അള്ളാഹ്ക്ക് ചന്തിയുണ്ട്. അപ്പൊ എന്ത് കോലുണ്ടാവും? കസേരയിൽ ഇരിക്കാൻ ചന്തി വേണല്ലോ. ഊരുണ്ട്, അള്ളാഹ്ക്ക് ഊരുണ്ട്. വഹാബി പ്രസ്ഥാനത്തിൽ അള്ളാഹ്ക്ക് ഊരുണ്ട്. ഇനി ഊരുണ്ടായാലും മാത്രം മതിയോ? ആ കസേരമേൽ ബെൽത്തെ കയ്യോ ഇടത്തെ കയ്യോ ഉള്ള ഊരിയും ചന്തിയുള്ള അള്ള ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? ഇതാ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന
ചെയ്യുന്ന വിധത്തിൽ ചിരിക്കുന്നു. നാം അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. അല്ലാഹു തആല കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാവോലോ. വഹാബി മതത്തിൽ അല്ലാഹു ചിരിക്കുന്നു. ഇത് അൽമനാർ 2005 ജനുവരി മാസത്തിൽ അൽമനാറാണ്. അല്ലാഹു കസേരയിൽ ഇരുന്നിട്ട് ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പോരാ, പിന്നെ ഇവർ പഠിപ്പിക്കുന്നത് അല്ലാഹു ചിരിക്കുന്നു മാത്രമല്ല, അല്ലാഹ്ക്ക് നടന്നു പോകാൻ കഴിയണ്ടേ. അപ്പോ അല്ലാഹുവിന് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. മുജാഹിദ് പഠിപ്പിക്കുന്നു, KN പ്രസിദ്ധീകരിച്ച അല്ലാഹു എന്ന പുസ്തകത്തിൽ അല്ലാഹുവിന് കണങ്കാലുണ്ട്, നടന്നു പോകാനുള്ള കാലും അല്ലാഹ്ക്കുണ്ട്. അപ്പൊ ഏകദേശം ഒരു മനുഷ്യന്റെ മുജാഹിദ് മൗലവിനെ പോലെ ആകാനായി അല്ലാഹ്. എന്നിട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ കയ്യും മുളച്ച് കാലും മുളച്ച് കണ്ണും മുളച്ച് ഊരിയും ചന്തിയുമായി കസേരമിലിരുന്ന് കണങ്കാലും വന്ന് കുറച്ച് വിദൂര ഭാവിയല്ലാത്ത ദൂരത്തിൽ മടക്കരിയിലൂടെ മുജാഹിദിന്റെ അല്ലാഹ് നടന്നു പോകുന്നത് കാണാം. അവര് പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ രാത്രിയുടെ 1/3 അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോലും അല്ലാഹ്ക്ക് കയ്യും കാലും വന്നല്ലോ. അപ്പൊ അല്ലാഹ്ക്ക് ഇറങ്ങി വരാം. വിശ്വാസം മുജാഹിദേ, നിങ്ങളെ വിശ്വാസമായ പറയുന്നത്. ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നുണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? രാത്രിയുടെ 1/3 അല്ലാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതായേക്ക്. ആ ക്ലിപ്പിംഗ് വെച്ച് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. കണ്ടോ, അല്ലാഹു തആല എല്ലാ രാത്രിയിലും ആകാശത്തേക്ക് ഇറങ്ങി വരൂ. അപ്പൊ ഏത് സ്ഥലത്തേക്കും വരിക? നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അള്ളാഹൊന്ന് പരിചയപ്പെടാനാണ്. ഇന്ത്യയിലോ അമേരിക്കയിലോ? ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണ്, അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണ്. അപ്പൊ ഏത് സ്ഥലത്താ രാത്രി ഇറങ്ങുക? അല്ല ചോദിക്കണല്ലോ. അപ്പൊ അല്ല രണ്ടായേ, രാത്രിയുടെ പകുതിയിൽ അള്ള ഇറങ്ങാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ലോകത്ത് മുഴുവനും രാത്രി ഒരു രാത്രിയല്ലല്ലോ. ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ മറ്റു സ്ഥലത്ത് പകലായിരിക്കും. അപ്പൊ ഇന്ത്യയിലോ ഇറങ്ങാം, അമേരിക്കയിലോ ഇറങ്ങാം? മൗലവി പറയണോ? അള്ള ഇറങ്ങണ്ടേ? അപ്പൊ ഏത് സ്ഥലത്ത് ഇറങ്ങാന്നുള്ളത് അടുത്ത വൃത്തിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളെ വഞ്ചിക്കുകയാണ്. അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, ഊരയുണ്ട്, ചന്തിയുണ്ട്, കസേരയിൽ ഇരിക്കുന്നുണ്ട്, കണങ്കാലുണ്ടെന്ന് പറയുന്ന ഇവർ പ്രസംഗിച്ചപ്പോ, ഇവരുടെ നേതാവായ MM അക്ബർ പ്രസംഗിച്ചപ്പോ, ആ MM അക്ബർ പ്രസംഗിച്ചതിനെതിരെ ഒരു ക്രിസ്തീയ പുരോഹിതൻ അവിടെ പ്രസംഗിക്കുകയാണ്. അള്ളാനെ കാണണോ നിങ്ങൾക്ക്? ഇസ്ലാമിൽ അള്ളാഹ്ക്ക് കയ്യും കാലും വന്നിട്ടുണ്ട്. ഒരു ക്രിസ്തീയ നേതാവിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചില്ലേ? ഒരു ക്രിസ്ത്യാനിയുടെ നേതാവിനെ കൊണ്ട് നിങ്ങൾ പ്രസംഗിപ്പിച്ചില്ലേ? അതായത് പറയട്ടെ. ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അല്ലാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? കണ്ടോ, പള്ളിയിൽ അച്ഛൻ ഫാദറാ പറയുന്നത്. ഒരു MM അക്ബർ എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവ് അള്ളാഹിന്റെ മുഖം ഒഴികെ ബാക്കി എല്ലാം അവസാനത്തിൽ നശിച്ചു പോകൂ. അപ്പോ ഇസ്ലാം മതത്തിലുള്ള അള്ളാഹ്ക്ക് കയ്യും കാലും വന്നതെന്ന് ഒരു ഫാദറെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഗതികേട് വന്നല്ലോ വഹാബി മതത്തിന്റെ ആചാരകരെ. അള്ളാഹു സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുജാഹിദ് പ്രസ്ഥാനം ഓരൊന്നും ഇവിടെ ചെയ്യുന്നില്ല, ഒരു നന്മയും ചെയ്യുന്നില്ലേ? നന്മ ചെയ്യുന്നുണ്ടോ? ഇല്ലാന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. ഓര് ചെയ്യുന്ന നന്മ നമ്മൾ പറയാ. ഓര് ഇത്രയൊക്കെ പറയും, മുജാഹിദ് പ്രസ്ഥാനം നന്മയൊന്നും ചെയ്തില്ലേ? മുജാഹിദ് ബാലുശ്ശേരിനെ പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് അടിപ്പാവാട ധരിപ്പിച്ചത് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത ഒരു സ്ഥലവും ഇല്ല. അതവർ ചെയ്ത നന്മ ആയിക്കോട്ടെ, നമ്മൾ സമ്മതിക്കുക. അത് നമുക്ക് വേണ്ട, അത് നിങ്ങൾ ചെയ്ത നന്മ തന്നെയാണ്. ഇവിടുത്തെ സ്ത്രീകൾക്ക് അടിപ്പാവാട ധരിപ്പിച്ചു കൊടുക്കാൻ അത് നിങ്ങളെ കടമ തന്നെയാണ്. അദ്ദേഹം പറയട്ടെ, മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ. ഇത് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം.
അറിയോ നിങ്ങൾക്ക്? ഓ അറിയോ ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. നിങ്ങളിപ്പോ എവിടെയൊക്കെ കൈവച്ചത് ഇപ്പൊ മനസ്സിലായി. അറിയോ ആ നന്മ നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് വേണ്ട. ആ കൈവച്ച സ്ഥലവും ആ നന്മ നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ ആവശ്യപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഇത്തരം അവിശ്വാസവും കാവട്ടിയും പഠിപ്പിച്ചിട്ട് ഇദ്ദേഹം പറയുന്നു, യഥാർത്ഥത്തിൽ അള്ളാന്റെ ദീൻ മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനേ ഉള്ളൂ. അള്ളാഹ്ക്ക് കയ്യും കാലും ഊരിയും ചന്തിയൊക്കെ കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ അള്ളാന്റെ ദീനെ പറ്റി പഠിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് അദ്ദേഹം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തോ അതാണ് സഹാബികൾ മനസ്സിലാക്കി. സഹാബികൾ മനസ്സിലാക്കിയതെന്തോ അത് മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, പക്ഷവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, മുഴുപ്രാന്തൻ എന്ന് വിളിച്ചാലും വേണ്ടിയില്ല. ലോകത്ത് അള്ളാഹിന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും എന്തുണ്ട്? വികലാംഗത ഉണ്ട്. അവരൊക്കെ വികലാംഗരാണ്, മതത്തിന്റെ വികലാംഗരാണ് അവരൊക്കെ. ഒരുപാട് തകരാറുകളുണ്ട് എന്നർത്ഥം. അപ്പോ അവരാണ് യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയവർ. മുജാഹിദ്. ബാക്കിയുള്ളതൊക്കെ വികലാംഗം സംഭവിച്ചവരാണ്. മറ്റു സുന്നി ആശയങ്ങളൊക്കെ അത് വികലാംഗരാണ്, വികലാംഗം സംഭവിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസം മുജാഹിദിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇയാളെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ അറിയോ? ഇസ്ലാമിന്റെ വിശ്വാസം നമ്മളെ വിശ്വാസം കേട്ടോ. മുജാഹിദ് മനസ്സിലാക്കിയ യഥാർത്ഥ വിശ്വാസം എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, പെണ്ണ് കാണാൻ പോകുമ്പോ നിങ്ങള് പെട്ടെന്ന് പോയിട്ട് വേഗം 2 സെക്കൻഡ് കൊണ്ട് കണ്ട് തിരിച്ചു വരാൻ പാടില്ല. എങ്ങനെ പെണ്ണ് കണ്ടറിയോ? അത് ഞാൻ പറഞ്ഞുതരാം എന്ന് ആര് പറയുന്നത്? യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയ മുജാഹിദിന്റെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ചെറുപ്പക്കാരെ നിങ്ങൾ കേട്ടോളി, അത് നിങ്ങൾ അംഗീകരിക്കണ്ട കേട്ടോ, നിങ്ങൾ കേട്ടോളി. അങ്ങനെ പെണ്ണ് കാണുമ്പോ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ ആലോചിക്കണോ? പക്ഷേ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് 1.5 മിനിറ്റ് കൊണ്ടാ. ഇങ്ങനെ ചിന്തിക്കണേ, പറയുന്നത് ശരിക്കും ചിന്തിക്കണോ? പെണ്ണ് കാണാൻ പോണ്ടേ? പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്, നാളെ മോളാ, ഡിഗ്രിക്കാ പഠിക്കുന്നത്. ശരി, എന്നാ ഒന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കൂ കൊലായില്. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമില് കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. എത്ര പഠിക്കുന്നത്? ഡിഗ്രിക്ക്. നേട്ടെ എത്ര? 1/2 മിനിറ്റ്. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്, ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, എന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണ ആണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണും. ബസ് ഇറങ്ങിയിട്ട് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ? കോളേജിലെ കുട്ടികളോട് അവൾ എങ്ങനെ? കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ? പരിശോധിക്കണം. കുട്ടിക്കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പ്രിൻസിപ്പാളിനെ ഹെഡ് മാസ്റ്റർ ചെന്ന് കാണണം. മാഷേ, ഇന്ന ആളുടെ ഇന്ന മകള് ഇന്ന കാലത്ത് ഇന്ന രജിസ്ട്രേഷന്റെ കീഴിൽ ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോ അവളുടെ കൂട്ടുകാരികളോട്, അവളുടെ കൂടെ പഠിച്ചവരോട്, അവളെ പഠിപ്പിച്ച ടീച്ചർമാരോട്, അവളുടെ നാട്ടുകാരോട്, അവളുടെ പിന്നാലെ അവളറിയാതെ അവളെ നിങ്ങൾ പരിശോധിക്കണം. പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്. പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്. അതുകൊണ്ട് അയാളെന്നെ നേരത്തെ പറഞ്ഞ എന്നെ മുൾഭ്രാന്തനെന്ന് വിളിച്ചോളി. ഞാൻ പറഞ്ഞ അതെന്നെ വിളിക്കൽ നല്ലത്. ഇക്കോളത്തിലാകുമ്പോ അതെന്നെ നിങ്ങൾക്ക് യോജിക്കുക. നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, ഇപ്പൊ ഈ നിലക്ക് യഥാർത്ഥത്തിൽ തീരുമാനത്തിലാക്കി പെണ്ണ് കാണാൻ പോയ കോല കണ്ടത്. ചെറുപ്പക്കാരോട് പറഞ്ഞ കാര്യമില്ല, വയസ്സന്മാരുടെ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ പ്രതീക്ഷ ചേർന്നോളി കേട്ടോ. അതിന് നമ്മൾ
ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർക്ക് കിട്ടൂല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയ ഇവർ ആരെയാണ് സ്വർഗത്തിലേക്ക് കടത്തുന്നത്, ആരെയാണ് നരകത്തിലേക്ക് കടത്തുന്നത്, അത് നമുക്ക് നോക്കാം. ഇവർ യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയല്ലോ. ബഹുമാനപ്പെട്ട ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും ആ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വർഗത്തിലും നരകത്തിലേക്ക് ആരെ കയറ്റുന്നറിയോ? അത് അദ്ദേഹം പറയട്ടെ. കുടുംബത്തില പറഞ്ഞ ടീമൊക്കെ നരകത്തിലാണ്. എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ കുടുംബത്തില പറഞ്ഞ ടീമൊക്കെ നരകത്തിലാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്റെ വാപ്പ എവിടെയാണ്? അവൻ നബി പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ് നിന്റെ വാപ്പ. അത് കേട്ട മനുഷ്യൻ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹി അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, കരയണ്ട കരയണ്ട, അബീ വ അബാക ഫിന്നാർ, അബീ വ അബാക ഫിന്നാർ. എന്റെ വാപ്പയും നരകത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാത്ത നബിക്ക് ബാപ്പാനോട് വിരോധമുണ്ടോ? അല്ലാഹു വഹീ കൊടുത്തു, അബീ വ അബാക ഫിന്നാർ, എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും നരകത്തിലാണടാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയും നരകത്തിലാണെന്ന് പറയുന്ന വഹാബികളെ, നിങ്ങളൊന്ന് ഇസ്ലാമിലേക്ക് വരൂ. ഓ എന്റെ ഉമ്മമാരെ, എന്റെ നാട്ടുകാരെ, ഇവരെ തിരിച്ചറിയാൻ നിങ്ങൾ വൈകിയെങ്കിൽ ഇനിയെങ്കിലും തിരിച്ചറിയൂ. അല്ലാഹു നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഇനി ആരാ സ്വർഗത്തിൽ നിന്ന് ഇദ്ദേഹം പറയുന്ന ആരാതറിയോ? റസൂലുള്ളാഹിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെങ്കിൽ ഇദ്ദേഹം സ്വർഗത്തിലാന്ന് പറയുന്നത് ഭഗവത്ഗീത പാടിക്കൊണ്ട് അർജുനൻ പ്രവാചകനാണ്, അർജുനൻ സ്വർഗത്തിലാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി റസൂലുള്ളാഹിന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത പാടിയിട്ട് അർജുനൻ സ്വർഗത്തിലാണെന്ന് പറയുന്നു. ഈ രൂപത്തിലാണ് ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം, ഹദോവ പ്രാപ്സസി സ്വർഗം, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസ്യേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. എന്താ ഇവിടെ? ഹദോവ പ്രാപ്സസി സ്വർഗം. അർജുന, യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ ഷഹീദായാൽ പ്രാപ്സി സ്വർഗം, സ്വർഗത്ത് പോകാം. ബല്ലഹിയ ഉമ്മിന്ദ റബ്ബിഹിം. അപ്പൊ ഇതൊക്കെ എന്തറിയോ? പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടാണ് അർജുനൻ സ്വർഗത്തിലാണ്, അർജുനൻ പ്രവാചകനാണെന്ന് പറയുന്നത്. ഖുർആൻ ആയത്താണ് ഓതുന്നത്. നമ്മൾ ബദരീങ്ങളെ പറ്റിയിട്ട് ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് പറഞ്ഞാൽ അത് ശിർക്കായി പോയി, അത് തൗഹീദല്ല. പിന്നെ ഇവർ തൗഹീദ് ഏതാ? ഭഗവത്ഗീതയിലെ അർജുനൻ സ്വർഗത്തിൽ, തെളിവോ? ഖുർആൻ. ഇതാണ് വഹാബി മതം. ഈ രൂപത്തിൽ അർജുനന്മാരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വഹാബി മതമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഹാബി മതം. അത് ഇസ്ലാം മതത്തിന് അന്യമാണ്. ഇനി ഇസ്ലാം മതത്തിൽ മയ്യത്ത് നിസ്കാരമാണ്. മുസ്ലിമീങ്ങളെ മേൽ മയ്യത്ത് നിസ്കരിക്കണം, അല്ലേ? മുസ്ലിമീങ്ങളെ മേൽ മയ്യത്ത് നിസ്കരിക്കണം ഇസ്ലാമിൽ. ഇവരെ വഹാബി മതത്തിലുള്ള മയ്യത്ത് നിസ്കാരമൊക്കെ അറിയോ? വഹാബി മതത്തിലുള്ള മയ്യത്ത് നിസ്കാരം കല്യാണി അമ്മക്ക് മയ്യത്ത് നിസ്കരിക്കാം, ഒരു സുന്നിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല. അതും പറയുന്നത് മുജാഹിദിന്റെ നേതാവ് ബാലുശ്ശേരി തന്നെ പറയുന്നത്. നമ്മൾ പറയും, ഞാൻ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ. അന്നൊക്കെ മുസ്ലിമായിട്ട് അംഗീകരിക്കേണ്ട ഗതികേട് വന്നല്ലോ ഇന്നത്തെ കാലത്ത്. നിന്നെയൊക്കെ മുസ്ലിമായിട്ട് അംഗീകരിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ. എന്നിട്ട് നിന്റെയൊക്കെ മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ മുസ്ലിമിന് വന്നില്ലേ? അതിനേക്കാൾ നല്ല ബാലന്റെതോ കല്യാണിയമ്മന്റെ നിസ്കരിക്കണ. കണ്ടോ? മുസ്ലിമിന്റെ മയ്യത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം ബാലന്റെതോ കല്യാണി അമ്മന്റെതോ മയ്യത്ത് നിസ്കരിക്കലാണ്. എന്റെ മുജാഹിദ് പ്രസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് പറയാൻ പറ്റിയ വർത്താനാണോ ഇത്? 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കറിയില്ല ആരബിയിൽ മയ്യത്ത് നിസ്കരിക്കണം, ആരബിയിൽ മയ്യത്ത് നിസ്കരിക്കാണ്ട. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇസ്ലാമിലേക്ക് തിരിച്ചു വരൂ സഹോദരന്മാരെ. എന്തിന് ബാലേട്ടനും കല്യാണമൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്ന വഹാബി മതത്തിൽ എന്തിന് നിങ്ങൾ തൗഹീദിനെ പറ്റി പറയാൻ നിങ്ങൾ ജീവിക്കണം? അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്നിട്ട് യഥാർത്ഥത്തിൽ ദീൻ മനസ്സിലാക്കിയ ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ കാഫിർ മുസ്ലിമാണ്, മുസ്ലിമായ ഒരു മനുഷ്യനാ കാഫിർ. പിന്നെ ആരാ മുസ്ലിം? മുസ്ലിം ബാലേട്ടനാണ് മുസ്ലിം. ഇവിടുത്തെ ബാലേട്ടനാ മുസ്ലിം. യഥാർത്ഥത്തിൽ നമ്മൾ ആരും മുസ്ലിം അല്ല. പറയുന്നത് ബാലുശ്ശേരിയാണ്. അദ്ദേഹം പറയട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം.
മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഒരു ബാലേട്ടൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ബാലേട്ടന് പെട്ടെന്ന് കാല് തറമ്പിപ്പോയി. അപ്പം ബാലേട്ടൻ പറയും ദൈവം രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ ബാലേട്ടനാണ് മുസ്ലിം എന്നല്ല യഥാർത്ഥ മുസ്ലിം. ബാലേട്ടൻ മുസ്ലിമും നമ്മൾ കാഫിർ. ഇതാണ് ഇസ്ലാം മതത്തിനെതിരെയുള്ള വഹാബി മതത്തിന്റെ ആശയാദർശങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ മൗലവി വന്നിട്ട് പ്രസംഗിച്ച് നമ്മൾ 3/4 നൂറ്റാണ്ടായി പ്രബോധനം നടത്തുന്നു. പ്രകോപനമൊന്നും നടത്താനില്ല, ഒരു പ്രകോപനം പറയാനുള്ള പ്രബോധനം മാത്രമേ നടത്താനുള്ളൂ. അദ്ദേഹം പറയാണ്. എന്നിട്ട് സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവർ പ്രബോധനം നടത്തുന്നില്ല, പ്രകോപനം നടത്തുന്ന ഞങ്ങൾ കാണിച്ചിട്ട് പോയാണ്. ഇവരെ നേതാവ് KV ലത്തീഫ് മൗലവി അദ്ദേഹം പറയുന്നത് ഇവിടെ ഇസ്ലാം വളർത്തിയത് മേശപ്പുറത്ത് കത്തിവെച്ചിട്ടാണ് എന്ന് KV ലത്തീഫ് മൗലവി പറയുന്നു. പറയട്ടെ അദ്ദേഹം. ആ പിശാചിന്റെ ശബ്ദം കേട്ട് ഞെട്ടിത്തെറിച്ച നരിക്കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഖുർആനും സുന്നത്തും നിങ്ങൾ തുമ്മിയാൽ തെറിച്ചു പോകുന്നതല്ല. അത് ഈ രാജ്യത്ത് വളർന്നത്, അതിവിടെ രാജ്യത്ത് പടർത്തിയത് മേശപ്പുറത്ത് കത്തിവെച്ചുകൊണ്ടായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. ശിഹാബ് എടക്കര ഇവിടെ വന്ന് പ്രസംഗിച്ചത് ഭീകരവാദവും തീവ്രവാദവും അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും, അതിവിടെ പറ്റൂല. അദ്ദേഹം പറയട്ടെ, ക്രിസ്ത്യാനികളും ജൂതന്മാരോടും നമുക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യമില്ല. പക്ഷേ ആദർശപരമായി ഇസ്ലാമിന്റെ ആദർശം വേറെയാണ്, ക്രൈസ്തവന്റെ ആദർശം വേറെയാണ്, ജൂതന്റെ ആദർശം വേറെയാണ്. ആണല്ലോ, മനുഷ്യർ നിലക്ക് മനുഷ്യത്വമുണ്ട്. മതേതരത്വ രാജ്യമാണിത്. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും കൂട്ടുനിന്നുകൂടാ. അതിശക്തമായി എതിർക്കേണ്ടതാണ് തീവ്രവാദവും ഭീകരവാദവും ഒക്കെ. അതിശക്തമായി എതിർക്കേണ്ടതാണ്. എന്നിട്ടാ പറഞ്ഞത് മേശപ്പുറത്ത് കത്തിവെച്ചിട്ട് പോരാ. എന്നിട്ട് അവർ പഠിപ്പിക്കുന്ന എന്താ അറിയോ? അൽമനാർ 1981 ഒക്ടോബറിൽ അൽമനാറിലാണ് അവരുടെ നേതാക്കന്മാർ പറയുന്നു, NV ഇബ്രാഹിം സാഹിബ് പറയുന്നു, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവനും വിഡ്ഢിയും വഴിപിയച്ചവരുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നൊക്കെ വിശ്വസിക്കാൻ അവിശ്വാസിയും മുശ്രിക്കുമാണ്. അവനെ കൊല്ലൽ നിർബന്ധമാണ്. നേർച്ച നൽകുന്നവനെ കൊല്ലണമെന്നാണ് അൽമനാർ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? നമ്മൾ ഇവിടെ ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിക്കൂല. സഹോദരന്മാരെ, കഴിഞ്ഞിട്ടില്ല. നേർച്ച കഴിക്കുന്ന മുസ്ലിമീങ്ങളെ മാത്രമല്ല, നിങ്ങൾ കണ്ടില്ലേ മദ്രസ വിട്ടു പോകുന്ന ചെറിയ കുട്ടികൾ, ചെറിയ പിഞ്ചു മക്കൾ, ആ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചു ബാലന്മാരെ കഴുത്ത് നെരിച്ച് കൊല്ലണമെന്ന് ഇവിടുത്തെ വഹാബി മതത്തിന്റെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പഠിപ്പിക്കുന്നു. നമ്മുടെ പിഞ്ചു മക്കൾ മദ്രസയിൽ പോകുന്നു, മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു. ആ മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികളെ കൈ കിട്ടിയ പാരഡിങ് മുരുടി കൊല്ലണം എന്നാ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. എന്നിട്ടോ എടക്കര വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു, ഭീകരവാദ തീവ്രവാദങ്ങൾക്ക് ശക്തിയായി ഞങ്ങൾ അതിനെ നേരിടും. ആ വല്ലാത്ത ശക്തി, ആ പറച്ചില് ഭയങ്കര ശക്തിയുണ്ട്, നിങ്ങളെ പ്രവർത്തനത്തിലില്ല. അയാൾ പറയട്ടെ, ബാലുശ്ശേരി പറയട്ടെ. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കണ്ടോ എന്റെ ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ, നിങ്ങളെ ചെറിയ പിഞ്ചു പൈതൽ മക്കൾ മദ്രസയിൽ പോകുമ്പോ അവരെ പരടി മുരുകി നെരുകി കൊല്ലണം എന്നാ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്നത്. കണ്ടോ നിങ്ങൾ? ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ മുജാഹിദ് അല്ലെങ്കിൽ പിന്നെ ആരാ ഈ ലോകത്ത് ഭീകരവാദം പ്രവർത്തിക്കുന്നത്? ആരാ ഭീകരവാദം വളർത്തുന്നത്? ഇവർ തന്നെയാണ് ഭീകരവും കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെയും വലിയ ആളെയും നേർച്ചയ്ക്കുന്നവരെയും കൊല്ലൽ നിർബന്ധം, പരടി മുറിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ മൗലവി വന്ന് പ്രസംഗിച്ച് ഇവിടെ ഒരുപാട് കുബ്ബകളുള്ള ഒരുപാട് ഖബറുകളുണ്ട്, അതൊന്നും തട്ടിത്തെരിപ്പണമാക്കാൻ പറയുക എന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഇത് മതേതരത്വ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മതേതരത്വ രാജ്യമായതുകൊണ്ട് പറയാനേ പറ്റുള്ളൂ, പൊളിക്കാൻ പറ്റൂല. അദ്ദേഹം പറയട്ടെ, ഇതൊരു മതേതരത്വ രാജ്യമാണ്. ഇവിടെ അമ്പലമുണ്ട്, ക്രൈസ്തവ ചർച്ചകളുണ്ട്, ബിംബങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, തുളസിത്തറകളുണ്ട്, ആൽമരങ്ങളുണ്ട്, ആൽത്തറകളുണ്ട്, പശുവിനെ ആരാധിക്കുന്നവരുണ്ട്. നമുക്ക് നാവ് കൊണ്ട് പറയാം തെറ്റാണ്, ശരിയല്ല, തെറ്റാണെന്ന് പറയാം. പക്ഷേ ഇതിനെ തകർത്തെറിയാൻ അധികാരം നമുക്കില്ല. ഇതൊരു മതേതരത്വ രാജ്യമാണ്. മതേതരത്വ രാജ്യത്തിലെ കുബ്ബകളും മക്കാമൊന്നും അടിച്ചു പൊളിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാം. എന്നാലോ അവരെ തലമുത്തപ്പൻ നേതാവുണ്ട് ഒരാള്, ആരാണ്? ഉമർ മൗലവി. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഖബർ താറ്റി പൊളിക്കണം. അദ്ദേഹം പറയട്ടെ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ,
എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളാക്കും. അയാളെ മോനെ കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഈ രൂപത്തിൽ ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് മൗലവി അറിയാം മതേതരത്വ രാജ്യമാണ്, ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഞങ്ങൾ എപ്പോഴും ശക്തിയായി ഞങ്ങൾ പോരാടും, വല്ലാത്ത ശക്തി തന്നെ. ഇതുപോലെ നേതാക്കന്മാർ അടിച്ചു പൊളിക്കാൻ വേണ്ടി പറയാ. തീർന്നിട്ടില്ല. ഈ പറഞ്ഞ ഇടക്കര മൗലവി ഉണ്ടല്ലോ ഇവിടെ വന്ന് ശിഹാബ് മൗലവി, അയാളെ നാട്ടിന്റെ അടുത്ത് നിലമ്പൂര് ഭാഗത്ത് അവിടെ ഒരു ജാറം പൊളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അയാളെ നാട്ടിന്റെ അടുത്ത് അത് അവിടെ നടന്നിട്ട് ഇവിടെ ഒന്ന് കളവ് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ കളവ് പറഞ്ഞ് മദീനത്ത് കൈവന്തിക്കുന്ന പറ്റൂല. രണ്ടാമത്തെ കളവ് അദ്ദേഹം പറയുന്നത് ജാറം പൊളിക്കാൻ പറ്റൂല, മതേതരത്വ രാജ്യമാണ്. അദ്ദേഹത്തിന്റെ നാട്ടിന്റെ അടുത്ത് തന്നെ ആ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടീം രാത്രി ഇങ്ങനെ ഖബർ പൊളിക്കാൻ വന്നു. ഞാൻ അവിടെ ഗൂഡല്ലൂരിൽ പരിപാടിക്ക് പോയ സമയത്ത് അവിടുത്തെ മൊയ്തീൻ ഹാജി ആ വിഷയങ്ങളൊക്കെ എന്നോട് വിശദീകരിച്ചു. എന്നിട്ട് ഇങ്ങനെ പോലീസ്, ഹൈവേ പോലീസ് ആ മഖബറിന്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹൈവേ പോലീസ് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അവിശ്വാസിയായ ഹൈവേ പോലീസിന് മനസ്സിൽ തോന്നി എന്തോ ഒരു തരികടുണ്ടല്ലോ അവിടെ. അവർ വണ്ടി വീണ്ടും തിരിച്ചെടുത്തു. വന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈവന്നിച്ചു. നോക്കുമ്പോ ഇങ്ങനെ അവിടെ കുബ്ബൊക്കെ പൊളിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്ത സമയത്ത് ആ കുബ്ബ പൊളിച്ചിട്ടതാ. പിടിച്ചു അവരെ. പിടിച്ച പ്രതിനെ അടക്കം പേരോട് ഉസ്താദ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കണ്ടു നിങ്ങൾ. പേരോട് ഉസ്താദ് പിടിച്ച പ്രതികളെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. മനോരമയിൽ വന്ന വാർത്തയാണ് മൗലവി. നിങ്ങളെ നാട്ടിന്റെ അടുത്ത് നടന്ന സംഭവമാണ്, ഇവിടെ വന്നിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല. നിഷേധിക്കട്ടെ. ഇത് മലയാള മനോരമ. ഇതിലാണ് ഞാൻ റിപ്പോർട്ട് കാണുന്നത്. ജാറം പൊളിക്കാൻ ശ്രമം, 4 പേർ പിടിയിൽ. എടക്കര നാടുകാണിച്ചുരത്തിലുള്ള ജാറം പൊളിക്കാനുള്ള ശ്രമത്തിനിടെ 4 പേർ പോലീസിന്റെ പിടിയിലായി. ഏതായിരുന്നാലും പോലീസുകാർക്ക് ഞാൻ അഭിനന്ദനം പറയുന്നു. പിടിക്കേണ്ടവർ തന്നെയാണല്ലോ പിടിക്കേണ്ടത്. വണ്ടൂർ സ്വദേശികളായ ചെട്ടിയാറമ്മൽ തണ്ടുപാറക്കൽ നൌഷാദ് 36, ചാത്തോലി സമീർ നവാസി 28, പള്ളിക്കുന്ന് തച്ചുപറമ്പൻ അബ്ദുൽ ഷക്കൂർ 21, പള്ളിക്കുന്ന് പൂക്കാട്ടു തൊടിക ഷാജി ബാബു 28 എന്നിവരാണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രി 9:30 മണിയോടെയാണ് സംഭവം. SI AR രമേശ്, ASI MT പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഇവരെ സംശയകരമായ നിലയിൽ ജാറത്തിനു സമീപം കാണുകയായിരുന്നു. തുടർന്ന് ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ജാറം ഒളിച്ച നിലയിൽ കണ്ടെത്തിയത്. ജാറത്തിൽ പ്രാർത്ഥന നടത്തുന്നത് അന്ധവിശ്വാസമാണെന്നതിനാലാണ് ഇത് പൊളിച്ചതെന്ന് പിടിയിലായവർ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. അവിടെ എടക്കര അവിടെ ജാറം പൊളിച്ചിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞത് പൊളിക്കാൻ പറ്റൂല, മതേതരത്വ രാജ്യമാണ്. ഇനി ഇവർ വേറെ ജാറം പൊളി വീരനുണ്ട്, വേറെ ഒരാള്. ആരാണ്? സക്കരിയ സലാഹി. അദ്ദേഹം എന്താ പറയുന്നറിയോ? അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള മക്ബറ പൊളിക്കണമെന്നല്ല, മദീനത്ത് കിടക്കുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകവിശ്വാസികൾ മുഴുക്കയും സ്വലാത്ത് ചൊല്ലുന്ന, എപ്പോഴും ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തും മദ്ഹും ചൊല്ലുന്ന ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബ അടിച്ചു തരിപ്പണമാക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭരണം കിട്ടിയാലെന്ന് സക്കരിയ സലാഹി പറയുന്നു. വിശ്വാസികളെ, നിങ്ങൾ കേട്ടു നോക്കൂ. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ പൊളിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കുബ്ബ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാതെ മാത്രം ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം ആ പച്ചക്കുബ്ബ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം ആ പച്ചക്കുബ്ബ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് അത് സാധിക്കില്ല. നമ്മുടെ ഊപ്പർക്ക് എന്താ പൂതിന്നറിയോ? സൗദിയിലെ ഭരണം കേരളത്തിലെ കേരളത്തിലെ നേതൃത്വത്തിൽ മുജാഹിദിന് സൗദിയിലെ ഭരണം കിട്ടുമല്ലോ, നല്ല കിട്ടില്ല. ഇതുപോലെ മുജാഹിദ് സ്വർഗത്തിൽ എന്ന് പറയുന്ന പോലെ എന്നതുപോലെയാണ് ഓല കഥ. ഓർക്ക് കേരളത്തിലെ ആൾക്കാർക്ക് അടുത്ത ഭരണം കിട്ടണം. അത് കിട്ടിയ നിങ്ങൾ കിട്ടിയാൽ ചെയ്യുന്ന പണി എന്താ? റസൂലുള്ളാഹിന്റെ കുബ്ബ പൊളിക്കുക. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് ഇവർ പറയുന്നത് നമ്മക്ക് ആ റസൂലുള്ളാഹിനോട് സ്നേഹം, നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, നമുക്ക് നല്ലോണം സ്നേഹം നിങ്ങളാക്കാട്ടിയുണ്ട്, നമ്മൾ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലുന്നവരാണ്, ശിയാബടെ
മലക്കര പറയുന്നത് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ സ്വലാത്ത് ചൊല്ലണം. മക്കയിലെ മുസ്ലിങ്ങൾ ചിലപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മുഹമ്മദ് നബി എന്ന് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണമെന്ന് ശിഹാബ് പറയട്ടെ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് മുഹമ്മദിനെ വിളിക്കാം, അവരുടെ വാക്കാണ്. നമ്മൾ പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചേർത്തി പറയേണ്ടവരാണ് നമ്മൾ പറയുമ്പോ എന്താ പറയേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരെ നേതാവുണ്ട് കെ.വി. ലത്തീഫ് മൗലവി. ആ മൗലവി എന്താ പറയുന്നറിയോ? റസൂലുള്ളാഹിന്റെ പേരിക്കുമ്പോ സലാത്തല്ലേ അല്ലണ്ട് എന്താ ചെല്ല എന്താ പറയട്ടെ. അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? അപ്പോ ശിഹാബ് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ പേരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ആളെ ഇടയിൽ മടക്കരക്കാരുടെ മുമ്പിൽ നന്നാകാൻ വേണ്ടി പറയുകയല്ലേ? നിങ്ങളെ നേതാവ് പറയുന്ന റസൂലുള്ളാഹിന്റെ പേരിക്കുമ്പോ സല്ലല്ലാഹു ഇതെന്താ ചെല്ലാൻ പാടില്ല എന്ന് കെ.വി. ലത്തീഫ് മൗലവി പറയുന്നു. ഈ ലത്തീഫ് മൗലവിയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തിൽ നിന്ന് കളിയാക്കിയത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ശിഹാബ് പ്രസംഗിച്ചെന്താ അറിയോ? അയാൾ അങ്ങനെയല്ല പറഞ്ഞത്, സത്യാവസ്ഥ ഇതാണ്. എന്നിട്ട് സുന്നികൾ കട്ട് ചെയ്തതാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു ഉസ്താദ് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗിച്ച സമയത്ത് അയാൾക്ക് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അയാൾ ഇങ്ങനെ കുറച്ച് ഇരിക്കുമ്പോ എല്ലാവരോടും സ്വലാത്തെല്ലാം പറയും. അങ്ങനെ ചെല്ലുന്ന സ്വലാത്ത ഇതെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞത് അയാളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ സദസ്യരോട് നിങ്ങൾ എല്ലാവരും 3 സ്വലാത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് നമ്മൾ സ്വലാത്തിൽ. അത് നിങ്ങൾ ഈ രൂപത്തിൽ ചെന്ന് നിങ്ങളുടെ സ്വഭാവം ഓക്കെ, നമ്മൾ അങ്ങനെ എല്ലാവരും ഉണ്ടോ? എന്നിട്ട് കട്ട് ചെയ്യുന്നവരോട് ആയിരിക്കാം. കട്ട് ചെയ്ത് നിങ്ങൾക്ക് അവർ വരാൻ പോകുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് അനുകൂലമാണെങ്കിൽ ഇനി ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തൊക്കെ ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തു സഹോദരന്മാരെ, ഹദീസിൽ കാണാൻ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ ഒരു ഖൈർ ചെയ്യാൻ പ്രഖ്യാപിച്ചാൽ, ഒരാൾ ഒരു ഖൈർ ചെയ്യാൻ കൽപ്പിച്ചാൽ ആ കൽപ്പന ചെയ്യുന്നവരുടെ കൂലി കൽപ്പിച്ചാൽ കിട്ടും. ഉസ്താദ് പ്രസംഗിക്കാൻ അയാൾക്ക് വെള്ളം കുടിക്കണം. അവർ പറഞ്ഞാൽ നമ്മൾ കടെടുക്കാം. അപ്പൊ ഉസ്താദിന് വെള്ളം കുടിക്കാൻ വേണ്ടി അല്പം ഇരിക്കുമ്പോൾ സദസ്സിനോട് പറഞ്ഞു നിങ്ങൾ സ്വലാത്തിലേക്ക് സ്വലാത്തിൽ നമ്മുടെ സദസ്സിനോട് ഖൈർ നല്ലത് കൽപ്പിച്ചാൽ ആ സദസ്സിലുള്ളവർ സ്വലാത്ത് ചൊല്ലിയാൽ അതേ കൂലി ഉസ്താദിന് കിട്ടും. ഹദീസാണ് മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. എന്നിട്ട് പറയുന്നത് വെള്ളം കുടിക്കുമ്പോൾ ചെയ്യുന്ന സ്വലാത്ത് നിങ്ങളെ സ്വഭാവമല്ല നമ്മളെ സ്വഭാവം കേട്ടോ, അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ ലത്തീഫ് മൗലവിന്റെ ഏറ്റവും നല്ല ഹരം എന്താ അറിയോ? ഒരാൾക്ക് ഓരോ ജീവിതത്തിൽ ഓരോ ഹരം ഉണ്ടാവല്ലോ, ഓരോ നല്ല രസകരമായ ചില സംഭവങ്ങൾ ഉണ്ടാവും. ഈ ലത്തീഫ് മൗലവിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഹരം റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ ചീത്ത പറയല, റസൂലുള്ളാഹിനെ മോശാക്കി പറയാം, റസൂലുള്ളാഹിനെ കൊച്ചാക്കുക, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുക. ഇയാളെ സ്ഥിരം പരിപാടിയാണ്. ഈ മനുഷ്യൻ പറയുന്നത് എന്താ അറിയോ? മുജാഹിദിന്റെ വീക്ഷണത്തിൽ, മുജാഹിദിന്റെ അഭിപ്രായത്തിൽ നബിയേക്കാൾ മോശക്കാരൻ ആരുമില്ല, ഏറ്റവും മോശക്കാരൻ നബിയാണ്. ഞാൻ പറയല്ല, അയാൾ തന്നെ പറയട്ടെ, ലത്തീഫ് മൗലവി എന്നെ പറയട്ടെ, ഞാൻ പറയുന്നുണ്ട്. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി. എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാകുരുത്തം കെട്ട കുട്ടിയാണെന്നും ബാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് കാസറ്റിൽ തുടങ്ങി. കാസറ്റ് ഇത് മാത്രം നടത്തും. ഇത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടമൊക്കെ ഉഷാറായ ഞങ്ങൾ എന്ത് പറയും? ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും? ഈ ചെക്കൻ ഉണ്ടായതിന്റെ ശേഷമാണ് ഇതെല്ലാം പൊളിഞ്ഞത്. മറ്റോണ്ടായതിന്റെ ശേഷം കച്ചവടമൊക്കെ ഉഷാറായ ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കലും കായപ്പും ചായയും വാങ്ങിക്കൊടുക്കും അല്ലെ? കായപ്പും ചായ ഒക്കെ വാങ്ങിക്കൊടുക്കും. എന്താ, ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഖൈർ ഉണ്ടായത്. മുജാഹിദിന്റെ വീക്ഷണത്തിൽ നബിയേക്കാൾ മോശക്കാരൻ വേറെ ആരുമില്ല. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, സമൂഹത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ ഈ മൗലവി പറഞ്ഞറിയോ? നമ്മളൊക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്തിൽ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സൃഷ്ടികളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആൾ. ഇയാൾ പറയാ റസൂലുള്ളാഹിനെ പറ്റി ശരിക്കും നിങ്ങൾ പഠിച്ചാൽ അഷ്റഫുൽ ഖൽഖ് എന്നല്ല പറയാ, ദജ്ജാലിനോട് ഉപമപ്പെടുത്തണം. ഈ ലത്തീഫ് മൗലവി പറയാണ് അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡ് ഉണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്.
അത് നമ്മൾ സമ്മതിച്ച കാര്യം തന്നെയാണ്. നിങ്ങൾ ഉള്ളിലുണ്ട്, നിങ്ങൾ പറയാറുണ്ട്, മുജാഹിദിന്റെ ഉള്ളിലുണ്ട്, പറയാറില്ല. അയാൾ എന്നെ സമ്മതിക്കുന്നുണ്ടോ? വിഡിത്തം. പോലീസുകാർ എന്തെങ്കിലും കള്ളക്കടത്തുള്ളവനെ പിടിച്ചിട്ട് SIന്റെ മുമ്പിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ SI ചോദിക്കും, ഇതാളല്ലേ എന്നതുപോലെ റസൂൽ എന്തോ റസൂലാനെ എല്ലാവരും ഏറ്റെടുക്കുന്നപ്പോ റസൂലാന്റെ കഫാലത്ത് ഏറ്റെടുക്കുന്ന റസൂലാന്റെ കാരണം കൊണ്ട് എല്ലാവരും ഇങ്ങനെ കൈയൊഴിഞ്ഞു പോവാണ്. അതുകൊണ്ട് റസൂല മോശക്കാരനാണ്, സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് എന്നല്ല, ഇതാളല്ലേ എന്ന് പറയുന്ന KB ലത്തീഫ് മൗലവി പറയുന്നത് മുജാഹിദ് നേതാക്കൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇവർക്ക് എല്ലാവർക്കും രാത്രി ഉറക്കം വരണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? റസൂലിനെ രണ്ട് പറയണം, എന്നാലേ ഇവർക്ക് ഉറക്കം വരുള്ളൂ. അതെ, അതുപോലെ മറ്റൊരു നേതാവാണ് ഇവരുടെ സക്കരിയ സലാഹി. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? നമ്മുടെ നബിദിനത്തിൽ റസൂലുള്ളാഹിനെ മധുചരിതനെ പറ്റി അദ്ദേഹം കളിയാക്കുകയാണ്. അദ്ദേഹം തന്നെ പറയട്ടെ. ഇപ്പൊ തുടങ്ങും ഓരോ കമാൻഡർമാരെ മാതിരി ബിസിലൊക്കെ ഉണ്ട് തിറങ്ങും മുസ്ലിയാക്കന്മാര്. എവിടുന്ന് കിട്ടിയത് അതൊക്കെ? കമാൻഡറായിട്ട് മുമ്പ് പോയിട്ടുണ്ടാവില്ല, അടി ഇത്ര പരിചയത്തോടെ വരാൻ പറ്റും, മുൻ പരിചയം പോലെ. നല്ല ഉഷാറുണ്ട്, മോശമൊന്നുമില്ല, ഉഷാർ തന്നെയാണ്. അത് നിങ്ങൾ തന്നെ നടത്തിയാൽ മതി കേട്ടോ. എന്ന് ചെല്ലുന്നതിനെ പറ്റിയാണ് കമാൻഡർ എന്ന് പറയുന്നത് കളിയാക്കിയത്. ഇനി ഇദ്ദേഹം ഇങ്ങനെ തന്നെ എല്ലാ ആൾക്കാരും ഇവർ ആൾക്കാരൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ്. ഇനിയോ ആൾ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ സിന്ദാബാദ് വിളിച്ചിട്ട് ഇങ്ങനെ ജാതിയായി പോകുമ്പോൾ അവരിങ്ങനെ സിന്ദാബാദ് വിളിക്കലുണ്ട് എന്നതുപോലെ മൗലിദ് കഴിക്കുമ്പോൾ നബിദിനത്തിൽ സുന്നികൾ സിന്ദാബാദ് വിളിക്കുന്നുണ്ട് അയാൾ കളിയാക്കി പറയുന്നു. അദ്ദേഹം പറയുന്നത് നമ്മളെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയട്ടെ. ജന്മദിനത്തിന് മുഹമ്മദ് നബി ഡൗൺ ഡൗൺ ഈസാ നബി, മുഹമ്മദ് നബി ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഓരോ സ്വഭാവം തന്നെ ഓല് പറയാൻ. നമ്മൾ എങ്ങനെ ആരെങ്കിലും പറയാറുണ്ട്? നമ്മൾ ഇവിടുന്ന് എത്രയോ ഘോഷയാത്ര നടത്താറുണ്ട്. എല്ലാവരും റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയിട്ടാ പോക്ക്. ഓലോ അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കാൻ നമുക്കത് പറയാൻ പറ്റൂല. ആ രൂപത്തിലാണ് സഹോദരന്മാരെ. ഇനി വേറൊരു സാധനം ഉണ്ട്, ചുങ്കത്തറ, സുഹൈർ ചുങ്കത്തറ എന്ന് പറഞ്ഞിട്ട്. ആ മനുഷ്യന്റെ പരിപാടി എന്താ അറിയോ? മൂപ്പർക്ക് ഉറക്കം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിനെ പറയണം, നല്ല ഉഷാറായി പറയണം. റസൂലുള്ളാഹിനെ പറ്റി മോശമായി ചിന്തിക്ക് പോയി, പറയൽ പോയി, മനസ്സിൽ കരുതുക തന്നെ പാടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരാൾ കിട്ടാൽ ആ മുഹമ്മദ് നബിയുടെ പേരിട്ട കാരണം കൊണ്ട് കുട്ടിയെ ബഹുമാനിക്കണമെന്ന് ആ മഹാന്മാർ പഠിപ്പിക്കുന്നു. ആ പേരിന്റെ വലിപ്പം കണ്ട് കുട്ടിയെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നു. സുഹൈർ ചുങ്കത്തറ പറയുന്നതോ മയമാക്ക. റസൂലുള്ളാഹിനെ പറ്റി പറയാണ് മയമാക്ക. അദ്ദേഹം പറയട്ടെ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. റസൂലിനെ പറ്റി പറയുന്നത് സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഇനി മൂസാ നബിയെ പറ്റി പറയുന്നതോ റസൂലിനെ പറ്റി മയമാക്ക. ഇനി മൂസാ നബിയെ പറ്റി പറയുന്നതോ മൂസാക്ക. അവരുടെ ഭാഷയിലാണ് പറയുന്നത്. മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. സുബ്ഹാനല്ലാഹ്. വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം, തൽക്കാലം എന്തെങ്കിലും കാശ് കൊണ്ട് സഹായിക്കുമ്പോ, തൽക്കാലം റിലീഫിന്റെ അരികൾ കിട്ടുമ്പോ, തൽക്കാലം എന്തെങ്കിലും സമാധാനത്തിന്റെ ജീവിതമാർഗമായി തരുമ്പോ വഹാബി മതത്തിലേക്ക് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയമാക്കയെന്നും മൂസാ നബിയെ മൂസാക്കയെന്നും പറഞ്ഞു കളിയാക്കുന്ന വിഭാഗത്തിന്റെ കൂടെ നാളെ ജഹന്നമാകുന്ന നരകത്തിൽ കിടക്കേണ്ടി വരും കേട്ടോ. അല്ലാഹു നമ്മളൊക്കെയും സലാമത്താക്കട്ടെ. മലപ്പുറം മേൽമുറി സ്വലാത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്ലിസ് നടത്തുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട മരിച്ചുപോയ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും രണ്ടാളും തങ്ങളല്ല. ഒരു തങ്ങളല്ല, ഒരു തങ്ങളാർക്ക് തെളിയിക്കാൻ കഴിയില്ല. ആരാ പറയുന്നത്? ഒരു പറയട്ടെ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ആദർശം കൊണ്ട് തീരെയില്ല. പാണക്കാട് തങ്ങൾ ഖലീൽ തങ്ങളും ഓലൊന്നും തങ്ങന്മാരല്ല. ആദർശം കൊണ്ട് ഒരു തീരെയില്ല, തങ്ങന്മാരല്ല. ഓരോ വാദാണ്, ഓരോ വിശ്വാസമാണ്. എന്നിട്ട് ആരാ തങ്ങന്മാരെന്നറിയോ? ആരാ തങ്ങള്? ഇവിടുത്തെ മുസ്ലിങ്ങൾ മറന്നോ? ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരാണ്? കല്യാണിക്കുട്ടിയും ബാലേട്ടനും, കാഫിറോ നമ്മളും. ഇനി ഇവർ പറയുന്നതോ ഇവിടുത്തെ തങ്ങന്മാർ ഖലീൽ തങ്ങളും പാണക്കാട് തങ്ങളും തങ്ങളല്ല. പിന്നെ ആരാ തങ്ങള്?
പിന്നാരാ തങ്ങളെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. അഡ്വാനിയും അശോക് സിംഗാളും ബാലനും ജോസഫും കല്യാണിക്കുട്ടിയും തങ്ങന്മാരാണ്. പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളും അവേലത്ത് തങ്ങളും ഒന്നും തങ്ങന്മാരല്ല, ഉള്ളാളത്ത് തങ്ങളൊന്നും തങ്ങളല്ല. പിന്നെ ആരാ തങ്ങള്? അശോക് സിംഗാളും അതുപോലെ തന്നെ അഡ്വാനിയും തങ്ങന്മാരാണ്. നിങ്ങൾ കേട്ടോ സഹോദരന്മാരെ, പറയട്ടെ. ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയക്കത്തിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അല്ല എങ്ങനെയുണ്ട്? അപ്പൊ തങ്ങന്മാരാണ് ഇപ്പൊ മനസ്സിലായില്ലേ? കല്യാണിക്കുട്ടിയും അശോക സിംഗാളും അതുപോലെ തന്നെ മറ്റു വിശ്വാസികളാ തങ്ങന്മാര്. നമ്മളാരും തങ്ങന്മാരല്ല. നല്ല വിശ്വാസമാണ്. വഹാബി മതത്തിലുള്ള ഒരുപാട് വിശ്വസിച്ചാൽ കൂലി കിട്ടുന്ന വിശ്വാസമാണ്. നിങ്ങളെന്ന് വിശ്വസിച്ചു. ഇനി ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് മാതാ അമൃതാനന്ദമയി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും ശ്രീ ശ്രീ രവിശങ്കറിനോടും ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അവഹേളിച്ചുകൊണ്ട് ശ്രീയെ പറ്റി അതുപോലെ തന്നെ അമ്മയെ പറ്റിയും സാദൃശ്യം പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അവർക്ക് ഈ രൂപത്തിൽ പറയാൻ സുബ്ഹാനല്ലാഹ് ഒരു ലൈസൻസുമില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും പണ്ഡിതന്മാരെയും അവഹേളിക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശമാണ്. അദ്ദേഹം തന്നെ പറയട്ടെ. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല. ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെയാണ് ഇവർ ആരെപ്പോലെ രവിശങ്കറിനെ പോലെയും അമ്മമാരെ പോലെയും കാട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ നബി തങ്ങളെയും കുടുംബത്തെയും ഇസ്ലാമിനെ പോലും അവഹേളിക്കുന്ന വഹാബി മതം, ആ മതമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ ഇവിടെ സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെസ്റ്റ് ഇട്ടപ്പോ ഉള്ളാളത്ത് ദർഗയുടെ കീഴിൽ നടക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവർ കുറച്ച് പരിപാടി സംഘടിപ്പിച്ചപ്പോ അതിന് ആദ്യം ദ്വാരക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് തങ്ങൾ ക്ഷണിച്ചിരുന്നു. തങ്ങൾ ഒരു കാര്യം അറിയില്ല. അങ്ങനെ തങ്ങൾ പോയി ദ്വാരന്നിട്ട് ആ ദ്വാരക്കും ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. ആ ദ്വാ ചെയ്ത ക്ലിപ്പും അവസാനം അവിടെ നടന്ന അനാചാരങ്ങൾ കേട്ടിട്ട് മിക്സ്ഡ് ആക്കിയിട്ട് ലത്തീഫ് മൗലവിന്റെ കേസിന്റെ കട്ടെന്ന് പറഞ്ഞ ശിഹാബ് അടക്കരോട് ഞാൻ ചോദിക്കുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആക്കിയിട്ട് ഇവിടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തില്ലേ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഉള്ളാളത്ത് തങ്ങൾക്ക് പോയിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്നാണ് ഇതിന്റെ സത്യാവസ്ഥ? പേരോട് ഉസ്താദ് ഉള്ളാളങ്ങളായിട്ട് അഭിമുഖം നിങ്ങൾക്ക് കാണാം. അപ്പൊ അവിടെ നടന്ന സലഫി ഫെസ്റ്റ് ഈ വിഡിത്തം ഇവർ വിളമ്പിയതോ തെറ്റോ ശരിയോ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോളി. ആലോചിച്ചെടുത്ത പണിയറിയ നിങ്ങൾ. ഉള്ളാളത്തെ ജാറത്തിന്റെ കമ്മിറ്റിന്റെ കീഴിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ആ സ്കൂളിൽ ശൂന്യല്ലാത്ത ചില മാഷന്മാരുണ്ട്, ടീച്ചർമാര്. ആ ടീച്ചർമാരെ പോയി പിടിച്ച്, കാരണം കേരളത്തിൽ എത്ര പെട്ടെന്ന് നടക്കൂല, ഇവരെ വിദ്യ വേഗം തിരിഞ്ഞു പോകും. എന്നിട്ട് ആ മാഷന്മാരെ കൊണ്ട് കുട്ടികള് ഈ സ്റ്റേജിൽ വന്ന് നാടകം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടാക്കി. ആണും പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി നാടകം കളിക്കുന്ന പരിപാടി. എന്നിട്ട് ആ പരിപാടി നടത്തുന്നതിന്റെ കുറെ മുമ്പ് അവിടെ സ്കൂളിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടനത്തിൽ ഉള്ളാളം തങ്ങളോട് ഒരു വിവരവും പറയാതെ, സ്കൂളിൽ നടക്കുന്ന പരിപാടി ഒരു സംഭവം പറയാതെ, ഇങ്ങനെ ഉള്ളാളത്ത് സ്കൂളിന്റെ ഉദ്ഘാടനം തങ്ങളൊന്നു ദ്വാരന്ന് തുടങ്ങിത്തരണത്. അപ്പൊ തങ്ങൾ എന്ത് ചെയ്ത് സ്കൂൾ ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനത്തിന് ദ്വാരന്ന് തങ്ങളിങ്ങ് പോന്ന്. തങ്ങളൊരു സംഗതി അവിടെ കണ്ടിട്ടില്ല. തങ്ങളിങ്ങ് പോന്നതിന്റെ ശേഷം ഈ ശൂന്യല്ലാത്ത ടീച്ചർമാര് സ്റ്റേജും വന്ന് ഈ കുട്ടികളെ തുള്ളിച്ചിട്ട് നാടകം കളിപ്പിച്ചു. നാടകം കളിപ്പിച്ചു വല്ല രസോ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്നറിയോ? ആദ്യം പെണ്ണുങ്ങളെ തുള്ളൽ, പിന്നെ ഇടയ്ക്ക് തങ്ങളതുവാ, എന്നിട്ട് അതിന്റെ ശേഷം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും നാടകം കളിക്കുന്നു. എല്ലാം കൂടി കൂട്ടിക്കൊയറ്റിട്ട് ഒരു CD ഉണ്ടാക്കി. എന്നിട്ട് ആ CD-യിൽ ഇപ്പൊ എടുത്തു നോക്കി എങ്ങനെ ഉണ്ടാവുന്നറിയോ? ആദ്യം പെണ്ണുങ്ങളെ തുള്ളല്, ഇടയ്ക്ക് തങ്ങളതുവാ, അതിന്റെ ശേഷം പിന്നെ പെൺകുട്ടികളെ തുള്ളല്.
ഇങ്ങനെ ഒരു സീഡി ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്നു മൗലവിമാര്. ഞാൻ ഇന്നലെ ഉള്ള ആളത്ത് പോയി, തങ്ങളെടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. തങ്ങളോട് ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം. തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഞാനവിടെ സ്കൂൾ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി ഫാത്തിഹ പോകുന്നതിന് ഒരു ചെയ്യും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അത് മുഴുവനും ഇവരുണ്ടാക്കിയതാണ്. ഈ കമ്മിറ്റിക്കാര് അതിന് ഉത്തരവാദിയാണോ എന്ന് എനിക്കറിയില്ല. കമ്മിറ്റിക്കാരെ ഞാൻ വിളിച്ചിട്ട് ഇനി മേലിൽ ഇങ്ങനത്തെ വല്ലതും ഉണ്ടാകാതിരിക്കാൻ ഞാൻ നടപടി സ്വീകരിക്കുന്നു തങ്ങൾ എന്നോട് പറഞ്ഞു. ഈ മുജാഹിദീങ്ങൾ കേരളത്തിൽ ഒരു CD വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഉള്ളാളത്ത് ദർഗന്റെ കീഴിലുള്ള ഏതോ ഒരു സ്കൂളിൽ എന്തെല്ലോ കുറെ നാടകവും നൃത്തമല്ലോ കളിച്ച ഒരു പരിപാടി. അതിൽ തങ്ങള് അതിന്റെ ഇടയ്ക്ക് ദ്വാരക്കുന്ന ഒരു ചിത്രവും. അപ്പൊ അത് തങ്ങളറിവോടുകൂടെ എന്തായിരുന്നാലും അങ്ങനെ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ്. അപ്പൊ അത് തങ്ങളെങ്ങനെ എന്താണ് ആ പരിപാടിയിൽ, തങ്ങളെന്തോ പരിപാടിയിൽ നേരത്തെ പോയി വരുന്നതോ എന്ത് അവരെ തങ്ങൾ അറിയാണ്ടതോ നടത്തിയതോ തങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല എന്തെങ്കിലും അറിവ് കിട്ടിയിക്കോ ഇല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കാൻ വെച്ചിട്ട് അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി. ഞാനതൊന്നും അറിയില്ല, ഒരു സംഗതിയില്ല. എന്നോട് പറയും സ്കൂളിന്റെ ഉദ്ഘാടനമുണ്ട്, അതിന് തങ്ങളൊന്നും വന്ന് വേറെ പറയണം. അങ്ങനെ അവിടെ യാതൊരു വിഷയമില്ല. ഞാൻ വേറെ അപ്പം തന്നെ പോയിട്ട് ഒരു വിഷയം ഞാൻ അറിയില്ല. പിന്നെ ഇതിപ്പോ കാണിച്ചപ്പോഴാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുമാണ് ഞാൻ അത് കാണുന്നതല്ല, ഈ വിഷയം കാണുന്നതല്ല. അല്ലാത്ത ഒരു തങ്ങൾ അറിഞ്ഞിട്ടില്ല. അറിയില്ല. ഞങ്ങൾക്കത് തങ്ങളോട് തന്നെ ചോദിച്ചിട്ടേ പൊതുജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാണല്ലോ. ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് തങ്ങളെ അതിൽ കൂട്ടിച്ചേർത്ത് എന്നിട്ട് തങ്ങളെ കൂടി അറിവ് പ്രകാരമാണ് വരുത്തി തീർക്കാൻ വേണ്ടി എടുത്ത പണിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. തങ്ങളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ ധൈര്യം വരില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിന് തങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചിട്ട് തങ്ങൾ തന്നെ പറയുന്ന ഒരു മറുപടി ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുമല്ലോ. അതെ, നമ്മളെ ശരിക്കണ്ടേ നമ്മളെ പണിയെടുക്കാം. അതെ. ഈ വേലിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടാകും, ഞാൻ വിടുവില്ല. കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അടുത്ത മാഷന്മാര് എന്റെ അറിവ് അവിടെ 1-2 ടീച്ചർമാര് മുജാഹിദീങ്ങൾ ഇടുന്ന സെൽഫികൾ അവര് ചെയ്തതായിരിക്കും എന്ന് പലരും പറയുന്നുണ്ട്. ശരിയായിട്ടൊന്നും അറിഞ്ഞൂടാ. അപ്പൊ അവര് ചെയ്തതായിരിക്കുമെങ്കിൽ ചിലപ്പോ കമ്മിറ്റിക്കാർ അറിഞ്ഞോളണമെന്നില്ല. അതെ, അത് നമുക്ക് അവരോട് ചോദിച്ചാൽ അറിയാം. അതെ, അതേതായാലും തങ്ങള് ചോദിച്ചിട്ട് വേണ്ട നടപടി തങ്ങൾ സ്വീകരിക്കും. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇവരെ കുതന്ത്രങ്ങൾ മുഴുവനും കുതന്ത്രങ്ങൾ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഈമാൻ സലാമത്തായി മരിക്കാൻ സുന്നത്ത് ജമാഅത്താകുന്ന ഹഖ് അതിലുറച്ചു നിന്ന് ഐക്യത്തോടെ നമ്മൾ ജീവിക്കണം. തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടി അവരെടുത്ത് വെച്ച പരിപാടിയാണ്. വേറൊന്നും കിട്ടാണെന്നപ്പോ കർണാടകയിലാണ് പോയത്. ഫെസ്റ്റ് നമ്മൾ വെച്ചപ്പോ അതിന് മറുപടി വെക്കാൻ നോക്കുമ്പോണ്ടേ കർണാടകയിലൊക്കെ പോയത്. തങ്ങളെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനിവിടെ ഫെസ്റ്റ് വെച്ച സമയത്ത് ആ ഫെസ്റ്റിന് നമ്മൾ ശിഹാബ് മൗലവി ബന്ധു മറുപടി പറഞ്ഞാൽ അറിയോ, അത് നമ്മൾ നടത്തിയ ഫെസ്റ്റ് ഒന്നല്ല, മറുവിഭാഗക്കാരാണ്. നമ്മുടെ നാട്ടുകാർ മറുവിഭാഗക്കാർ മുജാഹിദ് ഒന്നല്ലേ ഉള്ളൂ, അവർ 2 ശരിയായിട്ടുണ്ട്. അതും പറയാലോ, നിങ്ങൾ 2 നമുക്ക് കണക്കിന്.